ആഹാ, കൊള്ളാലോ. ഇങ്ങനെ സന്തോഷിക്കാൻ മാത്രം എന്താണ് വാർത്ത? എനിക്ക് കൂടെ ഒന്ന് പറയേ. ഇത് കണ്ടോ, എത്ര നല്ല റിട്ടേൺസാ തരുന്നത്. ഞാനും ഇതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്താലോ എന്ന് ആലോചിക്കുക. 36%? എനിക്കെന്റെ ഫിക്സഡ് ഇൻകം ഇൻവെസ്റ്റ്മെന്റിൽ 7-8% കിട്ടുന്നുള്ളൂ. ലിങ്ക് ഷെയർ ചെയ്യ, ഞാനും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാ. വെറും വേസ്റ്റാ. ശരിക്കുള്ള അത്ഭുതം എന്റെ കയ്യിലുണ്ട്. ഒരൊറ്റ മാസം കൊണ്ട് ഇൻകം ഡബിൾ. കാര്യമായിട്ട് പറയാ. എന്തു പറയുന്നു? അതെ, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലേ കുറച്ച് വലുതായിട്ട് തന്നെ ചെയ്യുന്നേ. ലിങ്ക് ഷെയർ ചെയ്യട്ടെ. ഇത് നല്ല ലാഭമാണല്ലോ, വേഗം അയക്കേ. അതെ, ഇത് കൊള്ളാലോ. ദാ പിടിച്ചോ, സെൻഡ് ചെയ്തു. അപ്പോഴേ ഇനി എന്താ, ഞാൻ പോട്ടെ. എനിക്ക് മീറ്റിങ്ങിന് പോവാൻ സമയമായി. അങ്കിൾ എന്തായി ചെയ്യുന്നേ? അല്ല, ഞാൻ നോക്കുമായിരുന്നു ഈ ചെടി 1 മാസത്തിനുള്ളിൽ മരമായിട്ട് കായ്ക്കാൻ ചാൻസ് ഉണ്ടോന്ന്. അങ്ങനെ എവിടെയെങ്കിലും സംഭവിക്കോ? അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെ തീരുമാനിച്ചു ഇത്രയും വേഗം ഇത്രയും ലാഭം കിട്ടുമെന്ന്? എന്ന് വെച്ചാ അത് ഇപ്പോ നോക്കൂ, സക്സസ്ഫുൾ ആയ ഒരു ഇൻവെസ്റ്റർ ആകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രലോഭനങ്ങൾ തരുന്നവര്, ഹോട്ട് ടിപ്സ് പറയുന്നവര്, പിന്നെ അഷ്വേർഡ് റിട്ടേൺസ് ഉറപ്പ് തരുന്നവര്, ഇവരെയൊക്കെ കണ്ണുമടച്ച് വെറുതെ അങ്ങ് വിശ്വസിക്കുന്നത് ബുദ്ധിപരമായ പ്രവൃത്തിയല്ല. അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പൂർണ്ണമായും അന്വേഷിച്ചറിയാൻ ശ്രമിക്കണം. മാത്രമല്ല, അതിൽ വരാവുന്ന പ്രശ്നങ്ങളും അവരുടെ നിബന്ധനകളും നന്നായി മനസ്സിലാക്കുകയും വേണം. മരം നട്ടാൽ ഉടനെ തന്നെ കായ്ക്കാറില്ല. അതുപോലെ നിക്ഷേപങ്ങൾക്ക് ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ സമയവും അത്യാവശ്യമാണ്. ജാഗ്രതയോടെ ഇരിക്കൂ, ശരിയായതിൽ നിക്ഷേപിക്കൂ.